പള്ളി പൊട്ടിക്കാനുള്ള പരിപാടിക്കാണ് നോക്കണേ. പള്ളി കുട്ടിച്ചു പോകാനുള്ള പരിപാടിക്കാണ് കുട്ടി പറഞ്ഞ അതിനു വേണ്ടി അല്ല ഇപ്പൊ വന്ന അല്ലെങ്കിൽ ഇത്രയും കാണിക്കാൻ വേണ്ടി വന്ന അല്ലാണ്ട് ഇവിടെ ബലം പ്രയോഗിക്കാൻ വന്ന അവര് വന്നു. അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് എല്ലാവരും വീട്ടിൽ പോയി ഒരു കുർബാന കാണണം ഒരു കുർബാന എക്സ്ചേഞ്ച് ചെയ്ത് ഒരു കുർബാന അല്ലാണ്ട് എല്ലാം വേണം. ഒച്ചെടുത്ത് തുടങ്ങി അതിനെന്താ പരിഹാരം സാറ്? ഞങ്ങൾക്ക് ഇവിടെ അച്ഛനോട് അച്ഛനെ സംസാരിക്കും, അച്ഛൻ അപ്പൊ തന്നെ വിളിക്കുവാണ്. അതിന്റെ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്തതായി കഴിഞ്ഞ 19-ാം തീയതി. അതിന്റെ സർക്കുലർ ഈ 28-ാം തീയതി വരും. അത് പള്ളിയിൽ വായിച്ചു കഴിയുമ്പോ എല്ലാ മാധ്യമങ്ങളിലും വരുമല്ലോ, അതനുസരിച്ച് അതിന്റെ തീരുമാനങ്ങൾ എടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാൻ വരുമ്പോ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അച്ഛനുമായിട്ട് സംസാരിക്കാൻ വരുമ്പോ ഇവന്മാർ ഇവിടെ വരട്ടു എന്റെ അനിയനെ തല്ലിപ്പിട്ടേക്ക് ഞാൻ കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? അച്ഛാ ഇവര് വന്ന് അച്ഛനെ കാണണം സംസാരിക്കണം പറയുമ്പോ അച്ഛനൊന്ന് സംസാരിക്കാൻ എല്ലാ സമയത്തും ഞാൻ ഇവിടെ ഇരുത്തി സംസാരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ ഇന്ന് ഒരു 10-40 പേര് എല്ലാ സമയത്തും അല്ല, ഞങ്ങൾ 3 പ്രാവശ്യം ഒരു പ്രാവശ്യം മാത്രം വിളിച്ചു കയറ്റി. കാരണം അച്ഛന്റെ അജണ്ട പാസ്സായി ചെല്ലില്ലാത്ത പാസ്സായി കഴിയുമ്പോൾ അച്ഛൻ എല്ലാവരും മക്കളെ കയറി ചെയ്യുന്നതായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ പിതാവ് പറയും, പിതാവ് പറഞ്ഞ ലെറ്ററല്ല എഴുതി ഇരിക്കണത്, പിതാവ് പറഞ്ഞ ലെറ്ററല്ല, ഇത് അനുസരിക്കാത്ത വൈകിയാൽ ഞങ്ങളോട് ഇനി എന്ത് ചെയ്തു തരുന്ന പറഞ്ഞാൽ അത് അച്ഛൻ പറയട്ടെ. പിതാവ് എഴുതി വിട്ട ലെറ്ററാണ് ഇത്, പിതാവിന്റെ ലെറ്റർ ഈ അച്ഛൻ പറയട്ടെ. അറിയില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു തീരുമാനം ഇപ്പൊ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഇത് അംഗീകരിക്കാത്ത അച്ഛൻ പിതാവ് വരുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് ഞാൻ ഭയങ്കര വിശ്വസിക്കുന്നു. മുൻകൂട്ടി അറിയാം അച്ഛൻ ആ തീരുമാനം.